ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 പുറത്തിറങ്ങിയ ഒരു സൈഫൈ ത്രില്ലർ മൂവി ആയിട്ടുള്ള ഇത് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവി. ഇത് പറയാൻ വേറെ കാരണമൊന്നുമില്ല. ഭൂമിയിൽ ജീവിക്കാൻ കഴിയാതെ മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ അവിടെ ഒരു നഗരം തന്നെ കെട്ടി അവിടെ ജീവിക്കുമ്പോൾ ആ ഒരു നഗരത്തിൽ തെറ്റ് ചെയ്യുന്നവരെയെല്ലാം ജയിലിലിടാതെ അവരെ ആ ഒരു നഗരം വിട്ട് തന്നെ പുറത്തേക്ക് വിടുകയാണ്. ഇതൊരു സാധാരണ വിഷയമാണെന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു നഗരം വിട്ട് അവർ പോയി കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിന് ദൂരം കഴിക്കാൻ ആഹാരം, ഒരു ചെടി പോലും മുളയ്ക്കാത്ത സ്ഥലമാണ്. അതുമല്ലാതെ കറുത്ത മണ്ണായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് വേരുകൾ പോലത്തെ ഒരുപാട് ജീവികളുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഒരു 10 വരെ പറഞ്ഞു വിടുന്നു. അവരെങ്ങനെ അവിടെ നിന്ന് സർവൈവ് ആവുന്നു. പക്ഷെ അതിൽ ഒരാൾക്ക് മാത്രം ആ ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയും, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. അങ്ങനെ ആ ഒരു വിചിത്ര ലോകത്തെ കഥ പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണിത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വേറെ ഒന്നുമല്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മുടെ ഭൂമിയെ പറ്റി പറയാണ്. 1000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാതെ എല്ലാ മനുഷ്യരും ആ ഒരു ഗ്രഹം വിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോയി കഴിഞ്ഞു. അതുമല്ലാതെ ലീഗ് ഓഫ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സൊസൈറ്റിയെ നിർമ്മിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഗ്രഹങ്ങൾ കണ്ടുപിടിച്ച് അവിടെയെല്ലാം താമസിക്കാനായിട്ട് പോകുന്നു. അതുമല്ല അവിടെ വലിയ വലിയ നഗരങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പോയ ഒരു കൂട്ടം പോയി ജീവിക്കുന്ന ഗ്രഹമാണ് ടൈറ്റാനിയം. എപ്പോഴും ഇരുണ്ട ആകാശം, ഇരുണ്ട മണ്ണ്, കാണുമ്പോൾ തന്നെ ഒരു നരകത്തിന്റെ ഭീതി. ആ ഒരു ഗ്രഹത്തിലാണെങ്കിൽ ഒരു വലിയ നഗരം തന്നെ ഉണ്ടാക്കി പല വർഷങ്ങളായിട്ട് മനുഷ്യർ അവിടെ ജീവിച്ചു പോകുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു നഗരത്തിന് മുകളിലൂടെ ഒരു കറുത്ത സാധനം അങ്ങനെ പോകുന്നു. ഇതാണ് ഫ്യൂച്ചറിലെ വാഹനങ്ങൾ. ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നഗരമാണിത്. അങ്ങനെ അത് ഒരു മലയ്ക്ക് മുകളിലുള്ള ഒരു വലിയ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ കയറി പോകുന്നതും അതിനകത്ത് നിന്നും കുറച്ച് ആളുകൾ വെളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. ഇവർ വേറെ ആരുമല്ല, ഇവരെല്ലാവരും പല തെറ്റുകൾ ചെയ്തിട്ടുള്ള കുറ്റവാളികളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരുത്തനെ കാണിക്കുന്നുണ്ട്, ഒരു മൊട്ട. ഇവനാണ് നമ്മുടെ ഈ മൂവിയിലെ വില്ലൻ. ഇതിൽ പകുതി പേര് പല പല കുറ്റങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവരെല്ലാവരും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഈ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ എതിർത്ത് സംസാരിച്ചത് കൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഗവൺമെന്റിനെതിരെ ചോദ്യം ചെയ്ത ഒരാളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ക്രിസ്റ്റീന. അവൾ ഈ ഒരു കൂട്ടത്തിലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒരു ചുമരിന്റെ അടുത്ത് ഇങ്ങനെ ചാരി നിർത്തുന്നതും അവരെ നല്ലതുപോലെ സ്കാൻ ചെയ്തിട്ട് അവരെ പറ്റിയുള്ള എല്ലാ വിവരവും ഈ ഒരു നഗരത്തിലെ പ്രസിഡന്റിനെ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ ആ ഒരു പ്രസിഡന്റ് ആയാലും ഇവരെ കണ്ടിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷ എന്താണെന്നറിയോ? ഈ ഒരു നഗരത്തിൽ നിന്നും 300 കിലോമീറ്റർ ദൂരെയായിട്ടുള്ള ഒരു ചെറിയ ദ്വീപുണ്ട്. അവിടെ വേണം ഇനി ഇവരെല്ലാവരും ജീവിക്കാനായിട്ട്. ഈ ഒരു നഗരത്തിൽ ജീവിക്കാനായിട്ട് ഇവർക്കിനി അവകാശമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു പ്രസിഡന്റ് ഇവർക്ക് വെറുതെ കൊടുക്കുന്നൊരു ശിക്ഷയല്ല. ഈ ഒരു 300 കിലോമീറ്റർ ഈ ഒരു നഗരത്തിൽ നിന്ന് നടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ പല പല ആപത്തുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവർക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യന് അത്രയും ദൂരം ഈ ഒരു ആപത്തുകൾ കടന്ന് പോകാനായിട്ട് കഴിയത്തില്ല. അത് ആ ഒരു പ്രസിഡന്റിന് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ ഈ ഒരു കൂട്ടത്തിലുള്ള ഒരുത്തന്റെ തലയിൽ തുണിയെല്ലാം ഇട്ടിട്ട് അവനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ആ ഒരു പ്രസിഡന്റ് ചോദിക്കുന്നത്, ശരി ആ ഒരു ലേസർ ഷീൽഡ് അത് ഓണാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഓണാക്കിയെന്ന് പറഞ്ഞിട്ട് ആ മുഖംമൂടി ഇട്ടവനാണെങ്കിൽ അങ്ങനെ നടന്നു വന്നിട്ട് അടുത്തുള്ളൊരു കല്ല് ഒറ്റ തട്ട് ആ കല്ല് തെറിച്ചു വന്ന് കൊള്ളുന്നതോ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഒരു ലേസർ ഷീൽഡിലേക്ക് അതിൽ തട്ടുന്നതും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ കമാൻഡർ, ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ലേസർ ഷീൽഡ് നിങ്ങൾ എന്തായാലും ഇറക്കി വിട്ടല്ലേ? അപ്പോഴേക്കും അവർ കമാൻഡറും ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, ഷീൽഡ് എന്തായാലും ഓണാക്കി വെച്ചു എന്നും പറഞ്ഞിട്ട് അവർ തുണിയിട്ട് മൂടിയിട്ടുണ്ടല്ലോ. അവനെ ഒരു അടി അടിച്ചിട്ട് എന്താ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കണമെന്ന് ചോദിച്ച് ഇനി ഒരിക്കലും ഈ ഒരു നഗരത്തിലേക്ക് നീ തിരിച്ചു വന്നു പോരുത് എന്ന് പറഞ്ഞ ഒരു മുഖമുടി മാറ്റുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലേക്ക് ഈ ഒരു കുറ്റവാളികളുണ്ടല്ലോ, ഇവർ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, അവരുടെ മുന്നിലേക്ക് വലിയൊരു ഇരുമ്പ് പെട്ടി ഇങ്ങനെ കൊണ്ടുവയ്ക്കാണ്. അതിനകത്ത് ഈ ഒരു നഗരത്തിൽ നിന്നും പുറത്തേക്ക് വിടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത ഒരു ദ്വീപിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആഹാരം, വെള്ളം, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ ഒരു പെട്ടിക്കകത്തുണ്ടാവും. അതാണ് അവരുടെ നിയമം. അതുകൊണ്ട് അയാൾ പറയും, ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോകണം. എന്നിട്ട് ആ ഒരു കമാൻഡർ അകത്തേക്ക് കയറി പോകുന്നതും ഇവരുടെ കൂടുതലുള്ള ഒരു പെണ്ണ്, പ്ലീസ് എന്നെ മാത്രം ഒന്നും ചെയ്യരുത്, എന്നെ തെറ്റായുള്ള രീതിയിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതും നമ്മുടെ ക്രിസ്റ്റീന അവളെ തടയുന്നു. എന്താണെന്ന് വെച്ചാൽ അവളുടെ മുന്നിൽ ആ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു. ഇനി അവൾക്ക് അകത്തേക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അതിൽ വന്ന് തട്ടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ ഇപ്പൊ തന്നെ ഭസ്മമായേനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുറ്റവാളികളുണ്ടല്ലോ അവരെല്ലാവരും പരസ്പരം പരിചയപ്പെടാണ്. നമ്മുടെ ഹീറോയുടെ പേര് എൽവിൻ എന്ന് പറഞ്ഞിട്ട് അവൻ ചെല്ലുമ്പോൾ ആ മുട്ടയുണ്ടല്ലോ വില്ലൻ, അവന്റെ പേര് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറയുന്നു. അതുപോലെ അവിടെയുള്ളവർ ഇവനെ വിളിക്കുന്നത് പോളാർ ബിയർ ആണ്, ഹിമക്കരടി. അങ്ങനെയാണെന്നല്ലേ ഇവൻ ബിൽഡപ്പ് കൊടുക്കുന്ന സമയത്ത് അവന്റെ കൂടെയുള്ള ഒരു സഹായി, ഒരു അടിയാളെന്ന് വേണമെങ്കിൽ പറയാം, അവനാണെങ്കിലോ ഇവനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാല് ഇവനാണെങ്കിൽ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ അറിയാം. അതുകൊണ്ട് ഇവനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് എത്താന്ന് പറയുമ്പോൾ അവൻ പറയും, ഹേയ് ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കും, ആദ്യം ഈ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം.
എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുമ്പോഴത്തേക്കും ആ ഒരു ഗവൺമെന്റിന്റെ കൂട്ടത്തിൽ സ്പൈ ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു താടിക്കാരൻ, ബാങ്കിൽ ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്ന ജോൺ എന്ന് പറഞ്ഞ മറ്റൊരാള്, ഇങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു മണ്ണിനടിയിൽ നിന്നും വേര് പോലെ എന്തോ ഒരു ജീവി അതിങ്ങനെ മുകളിലേക്ക് വരുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും ഇതിന്റെ പേര് ടങ് ഓഫ് ഫയർ. താഴെയുള്ള ചലനം വെച്ചിട്ടാണ് ആ ഒരു ജീവി മറ്റുള്ളവരെ കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ മൊട്ട അതൊക്കെ പിന്നെ പറയാം, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും ആദ്യം ആ ഒരു പെട്ടിയിലുള്ള കാര്യം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടി ചെന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പെട്ടോ കുറച്ച് 1-2 ആയുധങ്ങൾ, അതേപോലെ തന്നെ കയറ്, കത്തി, പിന്നെ ആവശ്യമായിട്ടുള്ള ബിസ്ക്കറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അതിനു വേണ്ടിയിട്ട് അടി കൂടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എടുക്കാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു കത്തി എടുത്ത് കയ്യിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും വഴക്കിടുന്ന കണ്ടിട്ട് നമ്മുടെ മുട്ട നേരെ വന്ന് ആ ഒരു പെട്ടി അടച്ചിട്ടാണ് പറയുന്നത് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിയുടെ മുന്നിൽ പെട്ട് എല്ലാവരും മരിക്കേണ്ടി വരും എന്ന് പറയുന്നതും എല്ലാവരും അവന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും ക്രിസ്റ്റിയും മാത്രം അവർ രണ്ടുപേരും മാറി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കാണ് മൊട്ട അടുത്തേക്ക് വന്നിട്ട് ഹേയ് നിങ്ങൾ രണ്ടുപേരും മാത്രം എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഐലൻഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വീപിന്റെ പേര് പറയുമ്പോൾ എന്ത് അവിടേക്ക് നിങ്ങൾ പോകാൻ പോകണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയുള്ള സ്ഥലം പോലും ഇല്ലാന്ന് മൊട്ട പറയുമ്പോഴത്തേക്കും അത് അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ മൊട്ട പറയും ശരി അവിടേക്ക് പോയി ചാവി എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും അതിനു മുന്നേ എനിക്ക് ആ ഒരു പെട്ടിയിലുള്ള പങ്ക് എനിക്ക് വേണമെന്നിങ്ങനെ പറയുമ്പോൾ മൊട്ട അത് തരാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് മൊട്ടയുടെ കൂടെയുള്ള ആ ഒരുത്തനുണ്ടല്ലോ, മൊട്ടയുടെ തലയിൽ എപ്പോഴും ഷേവ് ചെയ്യുന്ന ആ ഒരുത്തൻ, അവന്റെ മൂക്കിലേക്ക് കത്തി വെച്ചിട്ട് അതിനെ വിരട്ടുമ്പോഴത്തേക്കും മൊട്ട പറയും ശരി എടുത്തോ എന്ന് പറയുന്നത് ഹീറോയ്ക്ക് ആവശ്യമായിട്ടുള്ള കയറ്, 1-2 കമ്പി, മറ്റ് കാര്യങ്ങൾ, ബിസ്ക്കറ്റ്, ഇങ്ങനെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിൻ അങ്ങനെ എടുത്തു വെക്കുന്നതും മൊട്ട പറയും ഓക്കെ ശരി ഇനി പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും എനിക്ക് ഒരു കാര്യം കൂടി വേണം, എന്താ ആ ഒരു പെട്ടി എന്നിങ്ങനെ പറയുമ്പോൾ മൊട്ട ചോദിക്കും ഈ പെട്ടി വെച്ചിട്ട് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ബോറടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവനാക്കുന്ന രീതിയിൽ ഹീറോ സംസാരിക്കുന്നതും മൊട്ട പറയും അത് മാത്രം തരാൻ കഴിയത്തില്ല, പകരം നിന്റെ കയ്യിലുള്ള ബിസ്ക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം അത് ഞങ്ങൾക്ക് തരണമെന്ന് പറയുമ്പോൾ ഹീറോ കയ്യിൽ ആഹാരത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ ഒരു പെട്ടിയും വലിച്ചോണ്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യിലുള്ള വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, അതിൽ കയറെല്ലാം വെച്ച് കെട്ടിയിട്ട് ഇവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കയർ വെച്ച് കെട്ടും. എന്നിട്ട് ക്രിസ്റ്റിയോട് പറയും ശരി നീ മുന്നിൽ നടന്നു ഞാൻ നിന്റെ പുറകെ തന്നെ വരാന്ന് പറയുമ്പോൾ ക്രിസ്റ്റി ചോദിക്കും ഓ ആ ഒരു ജീവി അത് ചലനം വെച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും അതുകൊണ്ടല്ലേ നീ എന്നെ മുന്നിൽ പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല മുന്നിൽ എന്തെങ്കിലും കുഴിയോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നീ അവിടെ വീണാലും ഞാൻ ഇത്തിരി ആരോഗ്യമുള്ള ഒരാളാണ്, നിന്നെ തൂക്കി മുകളിലേക്ക് എടുക്കാൻ കഴിയും എന്നിങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിലും അതിന് ഓക്കെ എന്ന് പറയാണ്. ഇപ്പൊ അവള് വിചാരിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മുന്നേ അറിയാവുന്നതുപോലെ ആ ഒരു രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചിട്ട് ഏകദേശം ഒരു 50 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും ആ ഒരു മലയിൽ നിന്നും 2 ലേസർ ഗണ്ണുകൾ വന്നിട്ട് ഇനി നിങ്ങൾക്ക് 10 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ, അതിനു മുന്നേ ഈ ഒരു ഏരിയ വിട്ട് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ പറയുന്നതും നമ്മുടെ മുട്ടയാണെങ്കിലും പെട്ടെന്ന് അവന്റെ ആളുകളെ പറഞ്ഞു വിടുകയാണ്. അവരുടെ ശരീരത്താണെങ്കിലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്, കാരണം ആരും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് നല്ല ദേഷ്യമുള്ളത് കൊണ്ട് മുട്ട പറയുന്നുണ്ട് ഇനിയെങ്കിലും എന്റെ കണ്ണ് മുന്നിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇല്ല അതിനെ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റി മുന്നിൽ നടക്കുന്നതും ഹീറോ പുറകിൽ ആ ഒരു പെട്ടിയും വലിച്ച് അവളുടെ പുറകെ ഇങ്ങനെ പോകുന്നു. ഒരുപാട് ദൂരം ഇവരിപ്പോ കുറച്ച് ദൂരം മാത്രമേ മുന്നിലേക്ക് പോയിട്ടുള്ളൂ. അതുമല്ല കുറെ ദൂരം നടന്നിട്ട് ഒരു കല്ലിനടുത്തായിട്ട് വന്നിരിക്കുമ്പോൾ മുട്ടയുടെ കൂടെ പോയ ഒരു പെണ്ണ് അവളിപ്പോൾ നമ്മുടെ ഹീറോയുടെ പുറകെ ഇങ്ങനെ ഓടി വരികയാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോ കത്തിയുമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് ഞാൻ നിങ്ങളോടൊപ്പം വരാൻ പോവാണ്, എനിക്ക് ആ ഒരു ഗ്രൂപ്പിനോടൊപ്പം പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഇവളുടെ ബോയ് ഫ്രണ്ട് അല്ലോ ആ ഒരു മുട്ടയുടെ കൂടെ ഒരുത്തൻ അവൻ അവിടെ ഉണ്ട്. അപ്പൊ അവനെ വിട്ടിട്ട് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് സൗന്ദര്യമുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും ദേ കണ്ടോ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് ഒരാളുണ്ട്, എന്താ നിന്നെ അഴിച്ചു വിട്ടിട്ട് അവളെ പിടിച്ച് കേട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ആ ഒരു ലേസർ ഗൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഫയർ ചെയ്യാണ്. കാരണം അവരുടെ ആ ഒരു ലൊക്കേഷൻ വിട്ട് ഇവർ ഇപ്പോഴും പോയിട്ടില്ല. അപ്പൊ ഇത് കാണുന്നത് നമ്മുടെ ക്രിസ്റ്റിയും ഹീറോയും ഒരു പാറയ്ക്ക് പുറകിലായിട്ട് ഒളിച്ചിങ്ങനെ കിടക്കാണ്. ഇത് കണ്ട ആ ഒരു പെണ്ണുണ്ടല്ലോ അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് തിരിച്ചും പോകുന്നു. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലേസർ ഗണ്ണിന്റെ റേഞ്ച് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു പെട്ടിയും വലിച്ച് കുറെ ദൂരെ ഇങ്ങനെ നടന്നു പോവാണ്. അതുമല്ല പോകുമ്പോഴത്തേക്കും ആ ഒരു പെട്ടിയുടെ മുകളിലായിട്ട് ഈ ഒരു ഗ്രഹത്തിൽ ജീവിക്കുന്ന പ്രത്യേകതരം ജീവികൾ ജെല്ല് പോലെയൊക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം ഒരുപാട് ഇങ്ങനെ പറ്റിയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പെട്ടിയും വലിച്ച് ഒരുപാട് ദൂരം നടന്നു നിന്നിട്ടാണ് നമ്മുടെ ഹീറോ പറയുന്നത് ഇപ്പൊ പേടിക്കണ്ട, ഈ ഒരു സ്ഥലത്തേക്ക് ആ ഒരു ലേസർ ഗണ്ണുകൾ ഒരിക്കലും വരത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെയുള്ള ഒരു പാറക്കല്ലിന്റെ അടുത്തായിട്ട് ഒളിച്ചിരുന്ന് കുറച്ച് ദൂരെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മുട്ടയും ടീമും അവർക്ക് സേഫ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്ത് അവരും വരുന്നു. അതേസമയം തന്നെ ആകാശത്ത് നല്ല ഇടിയും മിന്നലും എല്ലാം നല്ലതുപോലെ ഇങ്ങനെ കാണുന്നതും നമ്മുടെ ഹീറോയിനാണെങ്കിലും പെട്ടെന്ന് അവളുടെ റെയിൻകോട്ടെല്ലാം എടുത്ത് ഇങ്ങനെ തലയിലൂടെ ഇടാണ്. അത് കഴിയുമ്പോൾ എന്നിട്ടാണ് ഹീറോയോട് ചോദിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു ഐലൻഡ് അത് സത്യമല്ലെങ്കിൽ? അപ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും വെളിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് എന്റെ മുഖത്ത് മാത്രം ആ ഒരു തുണി ഇട്ടിട്ട് എന്നെ അവിടെ വെച്ച് എന്നെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? കാരണം
ഞാൻ ആ ഒരു ദ്വീപ് കണ്ടുപിടിക്കുമെന്ന് അവർക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ ഇവിടുത്തെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നിങ്ങനെ പറയുന്നതും അവൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കത്തില്ല. ഓക്കെ ശരി, നമുക്ക് കൂടുതൽ സംസാരിക്കണ്ട, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും നടക്കുമ്പോൾ ഇവിടെ ആ ഒരു കമാൻഡറിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അയാളിപ്പോ ഒരു കറുത്ത ബോക്സ് ഉണ്ട് അതുവഴി, അതൊരു AI പോലെയാണ്, അതുവഴി ഇപ്പോൾ ആ ഒരു പ്രസിഡന്റിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് ചോദിക്കും, അവന്റെ കഥ അവസാനിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പ്രസിഡന്റ്, അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഷെടാ അവനെ തള്ളി ആ ഒരു ലേസറിലേക്ക് ഇട്ട് കൊല്ലേണ്ടതല്ലേ എന്ന് പറയുന്നതും കമാൻഡറിന് ആ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് എന്ത് പറയണമെന്നറിയത്തില്ല. അതുപോലെ ആ ഒരു ലേസർ കൊണ്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടു. പക്ഷെ എന്നിരുന്നാൽ ആ ഒരു കമാൻഡറിന് ഒരു വിശ്വാസമുണ്ട്, കാരണം ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാൽ ഈ നഗരത്തിന് വെളിയിലുള്ള ആ ഒരു ജീവി ഉണ്ടല്ലോ അതെന്തായാലും ഇവരെ കൊല്ലാതിരിക്കത്തില്ല എന്നുള്ള വിശ്വാസം അയാൾക്കുണ്ട്. അതേസമയം ഇവിടെയാണെങ്കിലോ നമ്മുടെ ടീം ഒരുപാട് ദൂരം നടന്നിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കല്ലിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ദേഹോലം ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് അവളങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി നേരെ ആ ഒരു വെള്ളം പിടിച്ചിട്ട് കഴുത്തെല്ലാം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലും ഇത് പുറകെ നിന്ന് ഇങ്ങനെ കാണുകയും ചെയ്തു. അങ്ങനെ ഹീറോ ആണെങ്കിലും പതിയെ അവളുടെ പുറകെ ചെല്ലാണ്. ഷെടാ ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഹീറോയിനാണെങ്കിലും ആ ഒരു കാര്യം മനസ്സിലായി. അവളാണെങ്കിലും ഒരു കല്ലെടുത്തിട്ട് ഹീറോയെ അടിക്കാനായിട്ട് വരുന്ന അതേ സമയം ഹീറോ പുറകിലൂടെ വന്ന് പെട്ടെന്ന് ഈ മണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു വേര് പോലത്തെ ജീവി ഉണ്ടല്ലോ അതിനെ അങ്ങനെ പിടിക്കുകയാണ്. ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതായിരുന്നു. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് ഹീറോയിനോട് പറയും, നിന്റെ ആ ഒരു കത്തി എടുത്ത് അതിനെ വെട്ടാനായിട്ട് പറയുന്നതും കയ്യിലുള്ള ആ ഒരു കത്തി എടുത്ത് ഹീറോയിൻ അതിനെ വെട്ടുന്ന സമയത്ത് അത് മുറിഞ്ഞ ആ ഒരു വേര് പോലുള്ള ഭാഗം ഉണ്ടല്ലോ അത് മാത്രമേ ഹീറോയുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നു. അതുപോലെ അതിനെ പിടിക്കുന്ന സമയത്താണെങ്കിൽ ഹീറോയുടെ നെഞ്ചിൽ ചെറിയ മുറിവും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും തന്നെ രക്ഷിക്കാൻ വന്നിട്ടാണല്ലോ അവൻ ആ ഒരു മുറിവ് പറ്റിയത്, അതുകൊണ്ട് അവന്റെ അടുത്തിരുന്ന് ആ ഒരു മുറിവെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ മണ്ണിൽ നിന്നും വരുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ്, പക്ഷെ ഇതിനെ കൊണ്ട് മറ്റെന്തിനെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ പൊട്ടിപ്പോകും എന്നും പറഞ്ഞ് അതിനെ പിടിക്കുന്ന ഭാഗത്ത് തുണിയെല്ലാം വെച്ച് ചുറ്റി കയറെല്ലാം ചുറ്റിയിട്ട് ഹീറോ അതുകൊണ്ട് ഇങ്ങനെ നടക്കാണ്. അങ്ങനെ ഇവരവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മുട്ടയും ടീമും ഇവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ മുട്ട പറയും, ഡേയ് നിന്നെ എല്ലാടെ കണ്ണിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, പിന്നെ എന്റെ പുറകെ വന്നു കഴിഞ്ഞാൽ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കാണോ എടാ മുട്ട എന്നും പറഞ്ഞിട്ട് വീണ്ടും അവനെ കളിയാക്കി സംസാരിക്കുമ്പോൾ ആ മുട്ടയുടെ കൂടെ എല്ലാം പറയും, ഹേയ് ഞങ്ങളുടെ ബോസ് എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നു അവിടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട പറയും, ശരി നീ പോയിട്ട് ആ ഒരു ബോക്സ് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവൻ ആ ഒരു ബോക്സ് എടുക്കാണ്ട് ചെല്ലുന്നത് നമ്മുടെ ഹീറോ കയ്യിലുള്ള ആ ഒരു വേരുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു ഒറ്റയാടി അവന്റെ കയറ് തന്നെ 2 തുണ്ടായിട്ട് പോകുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അവന്റെ മുട്ട തല ഓംലെറ്റ് ആവും. അപ്പോൾ മുട്ട പറയും, ശരി നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് അവരെല്ലാം അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആ ഒരു പെട്ടിയും വലിച്ച് വീണ്ടും മുന്നിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ ഒരുപാട് ദൂരം നടന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയും ടീമും ഇവരെ തന്നെ ഫോളോ ചെയ്ത് വരാണ്. ഈ മുട്ടയോട് പറഞ്ഞാൽ അവൻ എന്തായാലും കേൾക്കത്തില്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇവിടെ അടുത്തായിട്ട് നമ്മുടെ നഗരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നവരെല്ലാം താമസിപ്പിക്കുന്ന ഒരു വലിയ സ്ഥലമുണ്ട്, അവിടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അത് ഒരു പഴയകാല ജയിൽ പോലെ കൊലയാളികള് കൊള്ളക്കാരി ഇവരെല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടാണ് അടച്ചിട്ടിരുന്നത് എന്നും പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കൊമ്പ് പോലെ എന്തോ ഒന്ന് ഈ ഒരു മണ്ണിൽ നിന്ന് മുകളിലേക്ക് ഇരിക്കുന്ന ഹീറോ കാണുന്നതും ഹീറോ പെട്ടെന്ന് ഹീറോയിനോട് പറയും, ഹേയ് മിണ്ടരുത്, ബാ ഇവിടെ ഒന്ന് കിടക്കുന്നു പറയുമ്പോൾ പക്ഷെ ഈ സമയത്ത് ഇവിടെ വെച്ചോ മിണ്ടാതിരിക്കടേ, അതൊന്നുമല്ല എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടോന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കണ്ണുടച്ച് അവിടെ കിടക്കുന്ന സമയത്താണ് നമ്മുടെ മുട്ടയും ടീമും ഇവർ രണ്ടുപേരും നടന്നു പോകുന്ന ആ ഒരു വഴി സേഫ് ആണെന്നും പറഞ്ഞിട്ട് ഇവരുടെ പുറകെ തന്നെ പോവാണല്ലോ. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും താഴെ നിന്നും ആ ഒരു വേര് പോലത്തെ മൃഗം ഉണ്ടല്ലോ അത് പെട്ടെന്ന് മുകളിലേക്ക് വരികയാണ്. എന്നിട്ട് മണ്ണിനടിയിലൂടെ എന്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവരെല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് ടങ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ മൃഗം അത് പെട്ടെന്ന് മണ്ണിൽ നിന്ന് മുകളിലേക്ക് വന്ന ഒരു ഒറ്റയടി. ഇത് കാണുന്നതും ഇവരുടെ കൂടെയുള്ള ആ ഒരു അടികളുണ്ടല്ലോ നമ്മുടെ മുട്ടയെ സപ്പോർട്ട് ചെയ്യുന്നവൻ അവനാണെങ്കിൽ പേടിച്ചോടുന്നതും എടാ മരം മണ്ട ഓടരുതെന്ന് ഇങ്ങനെ പറയുന്നതും അതിനു മുന്നേ തന്നെ ആ ഒരു ജീവി അവനെ അടിച്ച് താഴേക്കിട്ട് കൊന്ന് തിന്നിട്ട് പോവുകയും ചെയ്യാണ്. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ ക്രിസ്റ്റി പെട്ടെന്ന് ഹീറോയോട് ചോദിക്കും, അപ്പൊ ഇതൊക്കെ നിനക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു, അതെന്തുകൊണ്ട് നീ അവരോട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയുന്നതും ഹീറോ പറയും, ഹേയ് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു, അവന് പകരം നീ മരിക്കാനായിട്ട് തയ്യാറാണോ? അങ്ങനെ എല്ലാന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. ഈ ഒരു സ്ഥലത്ത് ആരാണോ സ്മാർട്ടായിട്ടുള്ളത് അവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ശരി വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളെ വിളിച്ച് നടന്നു പോവാണ്. അതേസമയം ആ ഒരു പ്രസിഡന്റ് കമാൻഡറോട് ചോദിക്കും, ജോലി കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇവരങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു. അതേസമയം ഇവിടെയാണെങ്കിലും നമ്മുടെ ഹീറോയിനും ഒരിടത്ത് തീയെല്ലാം കൂട്ടിയിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ചോദിക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെയാണ് നടക്കുന്നത് നിനക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു എന്നെല്ലാം ചോദിച്ചിട്ട് അവള് പതിയെ അവന്റെ അടുത്തിരുന്ന് അവന്റെ മുകളിലേക്ക് ചാഞ്ഞു കിടന്നങ്ങ് ഉറങ്ങാണ്. അപ്പൊ അവനാണെങ്കിലും അവളെ പതിയെ ആ ഒരു പെട്ടിയുടെ അടുത്ത് തന്നെ കിടത്തി ഉറക്കിയിട്ട് കുറച്ച് ദൂരേക്ക് നിന്നിങ്ങനെ നോക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ക്രിസ്റ്റി എന്തോ കണ്ട് ശബ്ദം കേട്ട് നിലവിളിക്കാൻ തുടങ്ങുന്നു. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോ ആഹാ മലയുടെ മുകളിൽ നിന്നും കടല് പോലെ ഈ തിര വരുമല്ലോ അതുപോലെ എന്തൊക്കെയോ ഇങ്ങനെ വരുന്നുണ്ട്. അത് പ്രത്യേകതരം ജീവികളാണ്. അത് നല്ല കത്തി പോലെ ഇരിക്കുന്നത്.
ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓടി വന്നിട്ട് ആ ഒരു പെട്ടി ഉണ്ടല്ലോ, ആ ഒരു പെട്ടി തുറന്നിട്ട് ഹീറോയിനെ അതിനകത്തേക്ക് കിടത്തിയിട്ട് രണ്ടുപേരും അതിനകത്തേക്ക് കിടന്ന് ആ ഒരു പെട്ടി അങ്ങ് മൂടുന്നതും ആ ഒരു ജീവികളുണ്ടല്ലോ അത് നല്ല വേഗതയിൽ ഈ ഒരു പെട്ടിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ പോകുന്നു. അതുമല്ല അത് ആ ഒരു പെട്ടിയുടെ മുകളിലൂടെ പോകുമ്പോൾ ആ ഒരു പെട്ടിയുടെ മുകളിലായിട്ട് ഹോളെല്ലാം വീഴുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പെട്ടെന്ന് ഏയ് അതെല്ലാം പോയി കഴിഞ്ഞു, പക്ഷെ നിന്റെ കൈ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണ്, എടുത്തു മാറ്റി ഛേ എന്നും പറഞ്ഞ് ഹീറോ പെട്ടെന്ന് കൈ എടുത്ത് മാറ്റിയിട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് അതെല്ലാം അവിടെ നിന്ന് പോയി ആ ഒരു പെട്ടിയും കേടായി. അങ്ങനെ ഇവിടെ കയ്യിൽ ആ ഒരു വടിയും അതേപോലെ തന്നെ കയറും എടുത്ത് വെച്ചിട്ട് വീണ്ടും ഇവര് നടക്കാൻ തുടങ്ങാണ്. അപ്പോൾ ഒരുപാട് ദൂരം നടക്കുമ്പോഴത്തേക്കും ഇപ്പൊ പോകുന്ന ആ ഒരു സ്ഥലമാണെങ്കിൽ ഒരു ചതുപ്പ് നിലം പോലെ, പോകുന്ന വഴിക്കെല്ലാം വെള്ളമുണ്ട്. അതുപോലെ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഇവരുടെ കാല് ചതുപ്പിനടിയിലേക്ക് ആ ഒരു മണ്ണിനടിയെ താഴ്ന്നു പോകുന്നുണ്ട്. കയ്യിലുള്ള ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ നടന്നു പോകുന്നത്. അതേസമയം നമ്മുടെ മൊട്ടയും ടീമും ഇവരുടെ പുറകെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അതുപോലെ ഇവരെല്ലാം നടന്നു വരുമ്പോഴത്തേക്ക് ഇവരുടെ കൂടെയുള്ള പകുതി പേരും പെട്ടെന്ന് ക്ഷീണിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് നമ്മുടെ മുട്ടയും പറയുമ്പോഴത്തേക്കാണ് അവരുടെ കൂടുതലുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. അപ്പോൾ സാറയാണെങ്കിലും ഇവരോട് പറയും ഹേയ് നമുക്ക് സമയമില്ല റെസ്റ്റ് എടുക്കാനായിട്ട്, ദേ അവരവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണെത്തുന്ന ദൂരത്തിൽ അവർ മറഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്ക് അവരെ ഫോളോ ചെയ്ത് പോയേ പറ്റൂ. അപ്പോൾ നമ്മുടെ മുട്ട പറയും ഇവിടെ ഞാനാണോ ബോസ് നീയാണോ ബോസ് എന്ന് എന്നെ ചോദിക്കുമ്പോൾ നിന്റെ പുറകെ വരാൻ താല്പര്യമില്ലടാ മുട്ടയെന്ന് പറഞ്ഞ് അവൾ ആ ഒരു കയറ് വറുത്തിട്ട് അവരുടെ പുറകെ ഓടിപ്പോവാണ്. അതേസമയം നമ്മുടെ മുട്ട അവളെ ഫോളോ ചെയ്തിട്ട് പുറകെ ഓടി വരുന്ന സമയത്ത് ഏതോ ഒരു ചതുപ്പിൽ ചവിട്ടി അവൻ പെട്ടെന്ന് വെള്ളത്തിനടിയിൽ താഴ്ന്നിങ്ങനെ പോകുന്നു. അങ്ങനെ ഇത് കാണുന്നത് ആ ഒരു സാറേ എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിലും സന്തോഷിച്ചിങ്ങനെ ചിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ പറയുന്നതും ഈ ഒരു മുട്ടയെ വിശ്വസിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ എന്തായാലും നിങ്ങളെല്ലാവരെയും കൊല്ലും, അതുകൊണ്ട് അവൻ അവിടെ വിട്ടിട്ട് വരാൻ പറയുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു വയസ്സായിട്ടുള്ള ആള് താടിക്കാരൻ അവൻ മാത്രം ഈ ഒരു മുട്ടയെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നു. പക്ഷേ ആ ഒരു അപ്പൂപ്പനെ മുട്ടേനെ വിട്ടിട്ട് ബാക്കിയുള്ളവര് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അതേസമയം നമ്മുടെ ഹീറോയിനും ഒരുപാട് ദൂരം നടന്നിട്ട് അവർ തീയെല്ലാം കൂട്ടിയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആഹാരം എല്ലാം കഴിക്കുകയാണ്. അതുമല്ല അവരുടെ കയ്യിലുള്ള ആഹാരം എല്ലാം തീർന്നു പോയല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ താഴെയുള്ള ചെറിയ ചെറിയ ജീവികളെല്ലാം ഇങ്ങനെ പിടിച്ച് ഒരു കപ്പിലാക്കി അതിനെ വേവിച്ചിട്ട് ഇവർ കഴിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം കാണുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഛർദ്ദിക്കാൻ വരികയാണ്. അപ്പോൾ ഹീറോ പറയും ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ അവളും കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ഹീറോ പറയുന്നത് അവൻ ആ ഒരു പ്രസിഡന്റ് എക്സ് കൗൺസിലർ ആയിരുന്നു എന്നുള്ള കാര്യം ഹീറോയിനോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ഗവൺമെന്റ് ഒളിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹീറോ ശ്രമിച്ചപ്പോഴത്തേക്കാണ് അവനെ ഒരു ദേശദ്രോഹി എന്നും പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടതും അവൻ മരിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ഹീറോ ഒരിക്കലും മരിക്കത്തില്ല എന്നുള്ള കാര്യം അവർക്കറിയത്തില്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും ഹീറോയ്ക്ക് ഒരു പേടിയുണ്ട്, കാരണം അവർ ഇനിയും ഹീറോയെ കൊല്ലാനായിട്ട് ഇവിടേക്ക് വരുമെന്ന്. അതുപോലെയൊരു കാര്യം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗവൺമെന്റ് ഈ ലോകത്തെ ഭരിക്കുന്ന ആ ഒരു സിസ്റ്റം ഉള്ളത് ഡിജിറ്റലായിട്ടാണ്, അതിനുള്ളിൽ എന്തോ ഒരു വൈറസിനെ കയറ്റി വിട്ടിട്ടാണ് ഹീറോ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കോഡ് നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ എന്തായാലും ഇവരെ ഫോളോ ചെയ്ത് വരുമെന്ന് ഹീറോയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. ഇപ്പൊ ഹീറോയെ അവർ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൺട്രോളിലുള്ള എല്ലാ ജനങ്ങളും ഫ്രീ ആവും. അതുപോലെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കൺട്രോളിലുള്ള ഈ ഒരു സാറ്റലൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പതിയെ പതിയെ ഷട്ട് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോവാണ്. അതേസമയം ആ ഒരു മുട്ടയുടെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അവളുടെ കൂടെയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഇവരിപ്പോ കുറെ പാറയെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ദേ അവരാണെന്ന് പറഞ്ഞ് ഓടി വന്ന് ഒരുത്തന്റെ മുതുകിലേക്ക് ഇന്നെ തട്ടുന്നതും അവൻ മുടിയെല്ലാം വളർത്തിയിട്ട് കാട്ടാളെ പോലെ ഒരുത്തൻ ഇവരെ കാണുന്നതും അവനിപ്പോ ചാടി ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. അതുമല്ല അവരാണെങ്കിലോ ഒരു കൂട്ടമായിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത്. അവരെല്ലാവരും കൂടി വന്ന് ഇവിടെ കൂടെയുള്ള എല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു പെണ്ണ് കരയുന്ന ശബ്ദം കേട്ട് നമ്മുടെ ക്രിസ്റ്റി ആണെങ്കിലും അവിടേക്ക് ഓടി വരുന്നു. പക്ഷെ ഓടി വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ശബ്ദം അവിടെ വെച്ചങ്ങ് നിൽക്കാണ്. അപ്പൊ ആ ഒരു പെണ്ണ് എന്ത് ചെയ്തു എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ചതുപ്പ് നിലത്തിലേക്ക് നമ്മളെല്ലാം അയക്കുന്ന ആ ഒരു ഐഡിയ ആരാണോ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അങ്ങനെ പറയും അത് ഞാനാണ്, പ്രസിഡന്റ് കൂടെയുള്ള സമയത്ത് ഞാനാണ് അവർക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് എന്നിങ്ങനെ പറയുന്നതും അവള് ചോദിക്കും നിനക്ക് ഒട്ടും മനസാക്ഷിയില്ലേ ഇതുപോലെ ഒരു ശിക്ഷ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് നല്ല കുറ്റബോധമുണ്ട്. ഓക്കെ എന്തായാലും ഇവിടെ സമയമില്ല നമുക്ക് പോവാന്ന് പറഞ്ഞ് അവർ നടന്നു പോകുമ്പോൾ നമ്മുടെ സാറയും അതേപോലെ തന്നെ അവളുടെ കൂടെയുള്ള മറ്റൊരുത്തനും അവർ രണ്ടുപേരും ഇവിടെയുള്ളവരുടെ കണ്ണിൽ പെട്ടില്ലായിരുന്നു. ഇവരിപ്പോ ഒരിടത്ത് ഒളിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മുട്ടയും ആ ഒരു അപ്പൂവനും പുറകെ വന്ന് ഇവരെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ മുങ്ങി ചാവാറായിട്ട് കിടന്നപ്പോൾ ഇവളെ നോക്കി ചിരിച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് വന്ന് പിടിക്കുമ്പോഴത്തേക്കും അവള് പറയും എന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് നമ്മുടെ ഹീറോ ആ പ്രസിഡന്റിന്റെ എക്സ് കൗൺസിലർ ആണെന്നുള്ള കാര്യം അവൾ എങ്ങനെയോ മനസ്സിലാക്കിയിട്ട് ഈ ഒരു മുട്ടയുടെ ആ ഒരു കാര്യം പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇവരുടെ കൂടുതലുള്ള മറ്റൊരുതം പറയുന്നത് സത്യത്തിൽ ഞാനല്ല ഒരിക്കലും ഗവൺമെന്റിന്റെ ആ ഒരു സ്പൈ, ദേ ഇവളാണെന്ന് പറഞ്ഞിട്ട് സാറയുടെ കാലിലാണെങ്കിൽ എന്തോ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്, അതുമൂലം ഇവർ പറയുന്നതെല്ലാം അവർക്ക് കേൾക്കാൻ കഴിയും. അതുമല്ല അവളുടെ കാലിൽ നിന്ന് അത് അഴിക്കാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ മുട്ട പറയും ശരി കത്തിയെടുക്കെന്ന് പറയുമ്പോൾ സാറ് വിചാരിക്കും അവളുടെ കാലുൾപ്പെടെ കട്ട് ചെയ്തെടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് അവള് പെട്ടെന്ന് ഒരു ഒറ്റ ഓട്ടം ഓടി ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് കാല് തട്ടി താഴേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും താഴെ
വെള്ള നിറത്തിലുള്ള എന്തോ ഒരു ജീവി ഉണ്ടായിരുന്നു പരന്നു കിടക്കുന്നത്. അത് അവൾ എങ്ങനെ പിടിച്ച് മണ്ണിനടിയിലേക്ക് വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ അവൾ എന്തായാലും മരിച്ചു. അപ്പൊ നമ്മുടെ മുട്ട പറയും, ശരി ആ ഒരു കൗൺസിലർ അവനെ പിടിച്ചു കഴിഞ്ഞാലേ അവനെ വെച്ചിട്ട് എന്തായാലും വില പേശി എനിക്ക് തിരിച്ചു കയറാൻ കഴിയും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ പുറകെ ഇവരെല്ലാവരും പോകുന്നു. അതേസമയം നമ്മുടെ കമാൻഡർ ഉണ്ടല്ലോ, ആ ഒരു സ്പൈ ആയിട്ടുള്ള സാറ മരിച്ച ആ ഒരു കാര്യം ഈ ക്യാമറയിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതുമല്ല, അവള് മരിച്ചതിന് ശേഷം അവൻ എന്തോ ഒരു സ്വിച്ചിൽ പിടിച്ച് ഞെക്കുമ്പോഴത്തേക്കും അടുത്തുള്ള കുറെ ബോക്സുകൾ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് അതിനകത്ത് പലതരത്തിലുള്ള തോക്കുകൾ ഇരിക്കുന്നു. എന്നിട്ട് അടുത്തുള്ള ഒരുത്തിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, അവരിപ്പോ പോകുന്ന ആ ഒരു ചതുപ്പ് നിലങ്ങളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ലേസർ തോക്കുകൾ ഒരിക്കലും വർക്ക് ആവത്തില്ല. അതുകൊണ്ട് ഇതും എടുത്തിട്ട് ആ കൗൺസിലറിനെ പോയി പിടിച്ചോണ്ട് വാ എന്നും പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞു വിടുന്നു. അതുമല്ല, പോകുന്നവന്റെ കയ്യിൽ നമ്മുടെ ഹീറോയെ മയക്കാനുള്ള ഒരു കാര്യവും അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ എന്ത് വേണമെങ്കിലും ചെയ്തോന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ പോകുന്നതും ഇവരുടെ കൂടെയുള്ള ഒരു കഷന്റെ തലയൻ പെട്ടെന്ന് താഴെ എന്തോ ഒരു ബാഗ് കിടക്കുന്നു, അതിലെന്തെങ്കിലും തിന്നാറുണ്ടെന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ആ ഒരു ബാഗ് തുറക്കുന്നത് അതിനകത്ത് കറുത്ത പുക പോലെ എന്തോ ഒന്ന് അവന്റെ ശരീരത്തിലേക്ക് കയറി അവൻ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ആ ഒരു അപ്പുവനുണ്ടല്ലോ, അയാൾ പെട്ടെന്ന് വേഗത്തിൽ അവിടെ നിന്ന് ഓടിയിട്ട് ഹീറോയുടെ പുറകെല്ലാം വന്നിട്ടാണ് പറയുന്നത്, പ്ലീസ് എന്നെ കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകും, അവരോടൊപ്പം വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ ക്രിസ്റ്റിയോട് പറയും, ഇല്ല ക്രിസ്റ്റി, ഒരു നിമിഷം പോലും നമ്മുടെ ഇവിടെ നിൽക്കാൻ പാടില്ല, നടക്കാനായിട്ട് പറയുമ്പോൾ അവളാണെങ്കിൽ അയാളൊരു വയസ്സായിട്ടുള്ള ഒരാളല്ലേ, അയാളെ സഹായിക്കാന്നും പറഞ്ഞിട്ട് അവളെങ്ങനെ നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ലില്ല അതെന്തെങ്കിലും ചതിയായിരിക്കും എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് എന്തോ ഒരു കമ്പ് പോലെ അത് പറന്നു വന്ന് നമ്മുടെ ഹീറോയുടെ തലയിലേക്ക് അടിച്ച് ഹീറോയുടെ ബോധം പോയി. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്റ്റീനെ ഹീറോയിനെയും ആ ഒരു മുട്ട അവനിങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. വേറെ ഒന്നുമല്ല, അവർ അപ്പൂവൻ പണി പറ്റിച്ചതാണ് ഇവരെ രണ്ടുപേരും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ മുട്ട വില്ലൻ അവനിപ്പോ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ചാല് ഹീറോയെ കൊണ്ട് ആ ഒരു പഴയ ജയിലുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവച്ചിട്ട് ആ ഒരു കമാൻഡറിന് കൈമാറി ഇവൻ എങ്ങനെയെങ്കിലും വില വെച്ചണം അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഹീറോയുടെ അടുത്തേക്ക് പതിയെ വന്നിട്ട് അവന്റെ ഷർട്ടിനുള്ളിലേക്ക് ഒരു കത്തി ഇങ്ങനെ എടുത്ത് വെക്കുന്നു. എന്നിട്ട് അവനെ കിസ് ചെയ്യുന്നതും മുട്ടയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഹേയ് നിർത്ത്, നിങ്ങളുടെയൊക്കെ കുറെ നേരമായ റൊമാൻസ്, മാറി നിൽക്കുക രണ്ടും എന്നും പറഞ്ഞിട്ട് ഹീറോയെ വിളിച്ചോണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ പറയും, എന്നെ കൊണ്ട് ഒരിക്കലും നടക്കാൻ കഴിയത്തില്ല, വേണമെന്നുണ്ടെങ്കിൽ എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുട്ടയും വേറെ വഴിയില്ലാതെ ഹീറോയെ തൂക്കിയെടുത്ത് നടന്നിങ്ങനെ പോവാണ്. അപ്പൊ ഈ ഒരു കമാൻഡർ അഴിച്ച 2-3 പേരുണ്ടല്ലോ, അവരുടെ ആ ഒരു വാഹനത്തില് ആ ഒരു പഴയ ജയില് അവിടേക്ക് ഇങ്ങനെ വരുന്നു. അവരവിടേക്ക് ചെന്നിട്ട് അതിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒളിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്ന് അവരെല്ലാവരും അടിച്ചിട്ടിട്ട് ഇവർ ചോദിക്കും, ശരി ഇവിടെ പുതുതായിട്ട് ആരെങ്കിലും വന്നു ചോദിക്കുമ്പോൾ അവരില്ലാന്ന് പറയും. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇവരകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒളിച്ച് ജീവിക്കുന്നവര് ഇവരെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അപ്പോഴേക്കും അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് കണ്ണില് പ്രത്യേകതര ഒരു ഡിവൈസ് അങ്ങനെ വെച്ചിട്ട് ഇനി ആരെ കണ്ണിൽ കണ്ടാലും അറ്റാക്ക് ചെയ്ത് കൊല്ലാനായിട്ട് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. അതേസമയം നമ്മുടെ മുട്ടയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ബാങ്ക് ഓഫീസർ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഈ ഒരു ജയിലിനടുത്തേക്ക് അങ്ങനെ നടന്നു വരുന്നതും അപ്പോഴേക്കും വെളിയിലുള്ള ഒരു പോലീസുകാരൻ പെട്ടെന്ന് ഇവനോട് അവരെ മുട്ടുകുത്തി നിൽക്കാൻ പറയുന്നതും അയാൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ മണ്ണിനടിയിൽ നിന്നും വന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ അത് ആ ഒരു പോലീസുകാരനെ അടിച്ചു കൊല്ലുന്നു. അതേസമയം അയാളുടെ തോക്കാണെങ്കിൽ താഴെ വീഴുന്ന കാര്യം ഇയാൾ കാണുന്നുണ്ട്. മറ്റൊരിടത്താണെങ്കിൽ നമ്മുടെ മുട്ട ഹീറോയും കൊണ്ട് ആ ഒരു ജയിലിനടുത്തേക്ക് വരികയാണ്. അപ്പോഴും നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഹേയ് മുട്ട വേണ്ട, നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവർ കൊല്ലും, വെറുതെ വിടത്തില്ല എന്ന് പറയുമ്പോൾ മുട്ട അതൊന്നും കേൾക്കാതെ ആ ഒരു കമാൻഡർ പറഞ്ഞു വിട്ട് അവരുണ്ടല്ലോ അവരെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടയാണെങ്കിലും അവരുടെ അടുത്തേക്ക് വന്നിട്ടാണ് അവരോട് ചോദിക്കുന്നത്, ശരി അവൻ എന്റെ കയ്യിലുണ്ട്, ആ കൗൺസിലറിനെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടുന്ന എന്താ ഉറപ്പ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, നിന്നെ ഒന്നും ചെയ്യത്തില്ല, വിശ്വാസമില്ലെങ്കിൽ ഇതേ ഈ ഒരു തോക്ക് വെച്ചോന്നും പറഞ്ഞ് ഒരു ചെറിയ പിസ്റ്റല് നമ്മുടെ മുട്ടയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. അപ്പോൾ മുട്ട പറയും, ശരി ഇപ്പൊ വിശ്വാസമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മുട്ട നടന്നിങ്ങനെ വരുന്നതും കാണിക്കുമ്പോൾ ആഹാ നമ്മുടെ ഹീറോ അവിടെ കാണാനില്ല. എന്താണെന്ന് വെച്ചാല് മുട്ട പോയ ആ ഒരു ഗ്യാപ്പില് ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു കത്തി ഉപയോഗിച്ച് കയറും കെട്ടടിച്ചിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഇത് കാണുന്ന ആ ഒരു പോലീസുകാരനാണെങ്കിലോ അത്രയും ദേഷ്യം അയാൾ പെട്ടെന്ന് തോക്കുകാൻ എടുക്കുന്നത് നമ്മുടെ മുട്ട കയ്യിലുള്ള ആ ഒരു പിസ്റ്റൽ എടുത്ത് അവന് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അതിലാണെങ്കിൽ ബുള്ളറ്റും ഇല്ല. മുട്ടയെ പറ്റിച്ചേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മുട്ടയെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലാണ്. അതേസമയം ആ ഒരു പോലീസുകാരനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് ഹീറോയിൻ എവിടെ ഒളിച്ചിരിക്കുവായിരുന്നു, ഹീറോയിനെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടിട്ടിട്ട്, ഹേയ് കൗൺസിലർ നീ എവിടെ ഒളിച്ചിരിപ്പണെന്ന് എനിക്കറിയാം, ഇപ്പൊ മുന്നിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ അവന്റെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ആ ഒരു ബാങ്കറിനെ കാണുന്നത്, അയാൾ തോക്കും വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഹീറോ അവനോട് പറയും, എനിക്കൊരു സഹായം ചെയ്യണം, ഞാൻ എഴുന്നേറ്റ് പോകാൻ പോവാണ്, പോയി കഴിഞ്ഞാൽ അവളെ സേഫായിട്ട് മറ്റിടത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ആ ബാങ്കറും ഓക്കെ എന്നെല്ലാം പറയുമ്പോൾ ഹീറോ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ ഹീറോ പറയും, അവളെ വെറുതെ വിട്ട് കഴിഞ്ഞാലേ ഞാൻ അടുത്തേക്ക് വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ഹീറോയിനെ റിലീസ് ചെയ്യാണ്. ഹീറോയിൻ നടന്ന് മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹീറോ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയം ആ ഒരു പോലീസുകാരന്റെ പുറകിൽ നിന്ന് കത്തി കൊണ്ട് അവന്റെ പുറകിലേക്ക് ഒരു ഒറ്റ കുത്ത് കൊണ്ടിട്ട് അയാൾ താഴേക്ക് വീഴുന്നതും അവന്റെ കയ്യിലുള്ള ചെറിയൊരു തോക്ക് വെച്ച് ഫയർ ചെയ്യുന്നു. നോക്കുമ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഹീറോയെ മയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ ഒരു മരുന്നുണ്ടല്ലോ അതായിരുന്നു ഹീറോയിന്റെ ദേഹത്ത് കൊണ്ടത്. അതുപോലെ നമ്മുടെ മുട്ടയാണെങ്കിൽ ആ ഒരു പോലീസുകാരനെ കുത്തി കൊന്നിട്ട് മുട്ടയും അവസാനമായിട്ട് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ തൂക്കിയെടുത്ത് ആ ഒരു ബാങ്കറും ഹീറോയും അങ്ങനെ നടന്ന് കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും കടൽ പോലെ എന്തോന്ന് അവിടെയാണെങ്കിൽ ചെറിയ ചെറിയ ദ്വീപുകൾ പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഹാപ്പി ഐലൻഡ് എന്നിങ്ങനെ പറയുന്നതും സത്യം പറഞ്ഞാൽ അത് ദ്വീപൊന്നല്ല, വേറെ എന്തോ ആണ് വെള്ളത്തിൽ ഇങ്ങനെ പോയി കിടക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഓടിച്ചെന്നിട്ട് അതിന് മുകളിലേക്ക് ചാടി കയറി നിൽക്കുമ്പോൾ അത് താഴ്ന്നു പോകുന്നില്ല. അപ്പോൾ ഹീറോ പറയും ശരി ഇതിന് മുകളിൽ കയറിയിട്ട് തുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കടലിന്റെ മറ്റൊരു വശത്തേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നും പറഞ്ഞ് അവർ മൂന്നുപേരും അതിൽ കയറി ഇങ്ങനെ പോകുന്നു. അതേസമയം ഇവിടെ ഈ ഒരു നഗരത്തിൽ കാണിക്കുമ്പോൾ സിസ്റ്റം മൊത്തം ക്രാഷ് ആയിട്ട് അതേസമയം നമ്മുടെ കമാൻഡർ ആണെങ്കിലും ആ ഒരു കൗൺസിലറിനെ കൊണ്ടുവന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് അവനെ കൊന്നേക്ക്. ഇനി അവനെ കൊണ്ടുവന്നാലും നമ്മുടെ പ്രസിഡന്റ് ആ ഒരു ദേഷ്യത്തിൽ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ ഇവർ മൂന്നുപേരും അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് നമ്മുടെ ഹീറോയും കണ്ടു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബാങ്കറെ കാണാനില്ല. അവനാണെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്നു. അപ്പോൾ ഹീറോയും ചോദിക്കും ഹേയ് നിങ്ങളെന്താ വെള്ളത്തിൽ കയറി വന്നിങ്ങനെ പറയുമ്പോൾ ബാങ്കർ പറയും ഇല്ലില്ല ഞാൻ എന്തായാലും നിങ്ങളോടൊപ്പം വരുന്നില്ല. നമ്മൾ മൂന്നുപേരും അതിൽ കയറി പോയി കഴിഞ്ഞാൽ എന്തായാലും അത് വെയിറ്റ് കാരണം താഴേക്ക് മുങ്ങും. അതുകൊണ്ട് നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ വെള്ളത്തിനടിയിലൂടെ വന്ന എന്തോ ഒരു ജീവി അയാളെ വലിച്ച് താഴേക്ക് കൊണ്ടുപോയി കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം കാണിക്കുമ്പോഴത്തേക്കും ഒരു ജെറ്റ് അങ്ങനെ പറന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും നീ പറഞ്ഞതുപോലെ നിന്നെ രക്ഷിക്കാനായിട്ട് ആൾ വന്നെന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനല്ല, ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ഹീറോ വെച്ച ഒരു വൈറസ് കാരണം അവരുടെ സിസ്റ്റം മൊത്തവും നശിച്ചു പോകുന്നതും ഇപ്പൊ ഈ പറന്നു വന്ന ഒരു വാഹനം ഉണ്ടല്ലോ അതിന്റെ നിയന്ത്രണം വിട്ട് അത് നേരെ കടലിലേക്ക് വന്ന് പതിക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ആ ഒരു കടലും കഴിഞ്ഞിട്ട് ഹീറോ പറഞ്ഞ ആ ഒരു ദ്വീപിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു ദ്വീപിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ ഈ ഒരു ലോകത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് ലക്ഷ്യമിട്ട് പോകാനായിട്ട് വലിയൊരു സ്പേസ് ഷിപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പാസ്വേഡ് ഇടണം. പ്രസിഡന്റ് കൗൺസിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ആദ്യത്തെ 5 എഴുത്ത് മാത്രമേ അറിയത്തുള്ളൂ. അവസാനത്തെ ഒരു നമ്പർ അത് പ്രസിഡന്റ് ഒറ്റയ്ക്ക് വന്നിട്ട് വേണം ഇടാനായിട്ട്, എന്നാലേ ഇത് തുറക്കത്തുള്ളൂ. അപ്പൊ അതെന്താണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഹീറോയും ചോദിക്കും ആ ഒരു പാസ്വേഡ് ഇടുന്നതിന് മുന്നേ പ്രസിഡന്റ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു പഴങ്കഥ പോലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു പഴങ്കഥ അവളോട് പറയുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ അവസാന നമ്പർ 6 എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ ചെന്നിട്ട് ബാക്കിയുള്ള ആ ഒരു നമ്പർ എഴുതി അവസാനം 6 എന്നിങ്ങനെ എഴുതുന്നതും ആ ഒരു ഗുഹ അങ്ങനെ തുറന്നു വരുന്നു. അങ്ങനെ രണ്ടുപേരും ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് ചെന്നിട്ട് ആ ഒരു സ്പേസ് ഷിപ്പും എടുത്ത് അവിടെ നിന്നും ലക്ഷ്യമിട്ട് പോവുകയും ചെയ്യുന്നു. അതോടെ ഈ ഒരു മൂവിയും അവസാനിക്കാണ്.